നമസ്കാരം. ഇറാനോട് അവരുടെ ആണവ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്ന് അറിയിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള അമേരിക്കയുടെ ആണവ ചർച്ചകൾ മാറ്റിവച്ചതിനാലാണ് ഈ ഒരു നിർദ്ദേശം. ഇറാന്റെ ആണവ പദ്ധതി പരിമിതപ്പെടുത്തുകയോ അത് പൂർണ്ണമായും നിർത്തലാക്കുകയോ ചെയ്യുമോ എന്ന് NBCയുടെ മീറ്റ് ദി പ്രസിൽ ക്രിസ്റ്റൻ വെൽക്കർ ട്രംപിനോട് ചോദിച്ചിരുന്നു. സമ്പൂർണ്ണ വിഘടനം അത് മാത്രമേ താൻ അംഗീകരിക്കൂ എന്നാണ് ട്രംപ് മറുപടി പറഞ്ഞത്. വൈദ്യുതി ഉൽപാദനത്തിനായി ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് ആണവ സാങ്കേതിക വിദ്യ ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ അദ്ദേഹം ചോദ്യം ചെയ്തു. അവർക്ക് ഇത്രയധികം എണ്ണയുണ്ട്. ആണവ ഊർജം പലപ്പോഴും സൈനിക യുദ്ധങ്ങളിലേക്ക് നയിക്കുന്നു. അവർക്കൊരു ആണവായുധം ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്നും ട്രംപ് പറയുന്നുണ്ട്. ലോകം നശിപ്പിക്കപ്പെടുമെന്നതിനാൽ അവരുടെ കൈവശം ആണവായുധം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാനുമായുള്ള 4ാം റൗണ്ട് ചർച്ചകൾ നടക്കാനിരിക്കെ ചില സാങ്കേതിക കാരണങ്ങളാൽ അനിശ്ചിത കാലത്തേക്ക് മാറ്റിവെച്ചതായി ഒമാനി വിദേശകാര്യമന്ത്രി ബദൽ അൽ ബുസൈദി പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ട്രംപ് തന്റെ പ്രസ്താവന നടത്തിയത്. നേരത്തെ ഇരുപക്ഷവും ക്രിയാത്മകമെന്ന് വിശേഷിപ്പിച്ചിരുന്ന ചർച്ചകൾ ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾക്കെതിരെ അമേരിക്കയും ബ്രിട്ടനും വ്യോമാക്രമണം ശക്തമാക്കിയ യമനിലെ സംഘർഷങ്ങളാൽ നിഴലിച്ചു. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള 2015 ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള കരാറിൽ നിന്ന് ട്രംപ് തന്റെ ആദ്യ ഭരണകാലത്ത് അതിൽ നിന്ന് പിന്മാറിയിരുന്നു. ഇറാൻ കരാർ രഹസ്യമായി ലംഘിച്ചുവെന്ന് ട്രംപ് അന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഇസ്രയേൽ തലസ്ഥാനമായ ടെൽ അവീവിന് പുറത്തുള്ള ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിന് സമീപം ഹൂത്തികളുടെ ബാലിസ്റ്റിക് മിസൈൽ പതിച്ച് 8 പേർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് തിരിച്ചടിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ്. ഗാസയിലെ പലസ്തീനികളുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇസ്രയേലിനെതിരെ സമഗ്രമായ വ്യോമ ഉപരോധം നടത്താനാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നാണ് ഹൂത്തികൾ പറഞ്ഞത്. രാജ്യത്തിന്റെ ഹൃദയഭാഗത്തേക്ക് വമ്പൻ പ്രതിരോധ കവചങ്ങളെ തകർത്ത് ബെൻ ഗുരിയൻ വിമാനത്താവളത്തിന് നേരെ ഹൂത്തികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ നടുക്കം ഇനിയും വിട്ടുമാറിയിട്ടില്ല ഇസ്രയേലിന്. ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾ കഴിഞ്ഞ ദിവസം അയച്ച ബാലിസ്റ്റിക് മിസൈല് ഇസ്രയേൽ തലസ്ഥാനമായ ടെൽ അവീവിലെ ബെൻ ഗുരിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ചെന്ന് പതിച്ചത്. തങ്ങളുടെ പ്രധാന വിമാനത്താവളത്തിന് നേരെയുള്ള ഹൂത്തി ആക്രമണത്തിന് ഞങ്ങൾ തിരിച്ചടി നൽകും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തും സ്ഥലത്തും വെച്ചായിരിക്കും അത്. അവരുടെ ഇറാനിയൻ ഭീകര നേതാക്കളും കരുതിയിരിക്കട്ടെ എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നത്. ഇറാന് തിരിച്ചടി നൽകാൻ അമേരിക്കയെ കൂടി കൂട്ടാനാണ് ഇസ്രയേലിന്റെ തീരുമാനം. അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെയാണ് മറുഭാഗത്തെ ഇറാനെതിരെ US-ന്റെ കൂടെ കൂട്ടാനുള്ള ഇസ്രയേലിന്റെ ശ്രമം. എന്നാൽ ഗസയ്ക്ക് മേലുള്ള ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിനു മേൽ വ്യോമ ഉപരോധം പ്രഖ്യാപിച്ചതായും ഹൂത്തികൾ അറിയിച്ചിട്ടുണ്ട്. സയനിസ്റ്റ് രാഷ്ട്രം ആക്രമിച്ചാൽ മാരകമായി തിരിച്ചടിക്കുമെന്ന് ഇറാനും താക്കീത് ചെയ്യുന്നുണ്ട്.